മുസ്ലിങ്ങളെ ഒരു ഉത്സവമായി മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ 2 പെരുന്നാളുണ്ട്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഓണം കൂടിയും ഞങ്ങളതാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പൂക്കളിടുന്നുണ്ട്, നമുക്കത് പോയി കാണാം. അവർ ഭക്ഷണം തരുന്നത് നമുക്ക് വാങ്ങി കഴിക്കാം. നമ്മുടെ 26 ആയിക്കോട്ടെ, പെരുന്നാളായിക്കോട്ടെ, നമ്മൾ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാറുണ്ടല്ലോ. ഇതൊക്കെ കാലങ്ങളായിട്ട് കേരളത്തിലുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളം മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. എല്ലാവരും ഓണം മൂഡിലായിരിക്കും അല്ലേ? ഇപ്പം അതാണ് എല്ലാ മീഡിയയിലും ഇപ്പം അതാണ് വിവാദമായിട്ട് കത്തി നിൽക്കുകയാണ്. ഓണം വല്ലാതെ അതിര് കിടക്കുന്നുണ്ട് എന്നുള്ളത്. എൻ്റെ കാഴ്ചപ്പാടിൽ 2-3 വർഷമായിട്ട് ഓണം മുസ്ലിങ്ങളെ ഒരു ഉത്സവമായി മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ 2 പെരുന്നാളുണ്ട്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഓണം കൂടിയും ഞങ്ങളതാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതലും ഓണം ആഘോഷിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. എൻ്റെ ഹിന്ദു സഹോദരങ്ങളുടെ ഒരു ഉത്സവമാണ്. അതല്ലെങ്കിൽ ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന പോലത്തെ ഒരു കാര്യമാണ് ഈ ഓണം. അത് അവരുടെ ഒരു ആചാരം കാര്യങ്ങളൊക്കെയാണ്. അത് ഇന്ന് ഏറ്റവും കൂടുതൽ മൈലാഞ്ചി ഇട്ടിട്ടും ഒപ്പന കളിച്ചിട്ടും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്ത് ഏറ്റവും കൂടുതൽ ആഘോഷമാക്കി മാറ്റിയിട്ടുള്ളത് മുസ്ലിം കുട്ടികളാണ്. എനിക്ക് തോന്നുന്നത് ഈ പെരുന്നാൾക്ക് പോലും ഇത്ര സെറ്റപ്പായിട്ട് ഡ്രസ്സ് ചെയ്ത് ഞാൻ കുട്ടികളെ കണ്ടിട്ടില്ല. അതിലേറെ അടിപൊളിയായിട്ടാണ് ഇവരിത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഏത് മതത്തിൽപ്പെട്ടതായാലും എല്ലാ മതത്തിലുണ്ട് മതപണ്ഡിതന്മാർ. അവർ വന്നിട്ട് അവരുടേതായ കാര്യങ്ങൾ പറയും. അവരെ കടമയാണത്. ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ ഏതൊക്കെ രീതിയിൽ നടക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ചെയ്യാൻ പാടുണ്ട്, ഏതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുക എന്നുള്ളത് അത് അവരുടെ കടമയാണ്. അത് ആ മതത്തിൽപ്പെട്ട മതപണ്ഡിതന്മാരാണ്. അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഏത് കാലത്താണെങ്കിലും അത് അവർ പറയുക എന്നുള്ളത് അവരുടെ കടമയാണ്. അത് കേട്ടിട്ട് അത് എങ്ങനെ എടുക്കണം, അതിനെ നമുക്ക് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്നൊക്കെ കേൾക്കുന്നവൻ്റെ ഒരു ഒരു മൈൻഡ് പോലെ ഇരിക്കും. അപ്പോൾ പണ്ഡിതന്മാർ പറയാനുള്ള കാര്യങ്ങൾ അതിൻ്റേതായ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് അവരത് പറയും. അതിന് കൂടുതലും എതിർക്കുന്നത് അതല്ലെങ്കിൽ അത് പറയുന്ന പണ്ഡിതന്മാരെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം. അതിലധികവും കൂടുതൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണതും തെറി എഴുതി വിടുന്നതും തെറി വിളിക്കുന്നതൊക്കെ അതേ കൗമിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഒരു ഉസ്താദ് വന്നിട്ട് നമ്മൾ ഏത് രീതിയിലാണ് നടക്കേണ്ടത്, കാരണം നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്. അപ്പോൾ ഒരു മുസ്ലിം ആവുമ്പോൾ അതിന് അതിൻ്റേതായ ചട്ടക്കൂടുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നടക്കണം. അതിങ്ങനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അതായത് ഹിന്ദു മതസ്ഥരുടെ ആചാരങ്ങളാണ്, അതിൽ നമ്മൾ മുസ്ലിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല, അത് നമ്മൾ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് കൂടുതലും ഉസ്താദുമാരെ ചീത്ത വിളിക്കുന്നത് അതേ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ സങ്കടമുള്ള കാര്യം. ഒരു ഉസ്താദും പറഞ്ഞിട്ടില്ല അവരെ ഭക്ഷണം കഴിക്കണ്ട എന്നുള്ളത്, അല്ലേ? അവരെ വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവർ പൂക്കളിടുന്നുണ്ട്, നമുക്കത് പോയി കാണാം. അവർ ഭക്ഷണം തരുന്നത് നമുക്ക് വാങ്ങി കഴിക്കാം. നമ്മുടെ 26 ആയിക്കോട്ടെ, പെരുന്നാളായിക്കോട്ടെ, നമ്മൾ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാറുണ്ടല്ലോ. ഇതൊക്കെ കാലങ്ങളായിട്ട് കേരളത്തിലുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളം മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ കുത്തിത്തിരിപ്പായിട്ട് വന്നാലും കേരളം എന്തെങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ഒരു ഇതിൽ പിടിച്ചു നിൽക്കുന്നത് ഈ മതസൗഹാർദ്ദം കൊണ്ടാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഫുട്ബോൾ വന്നു, അതിനെതിരെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും വരുമ്പോൾ അതാത് മതത്തിൽ ഉള്ള പണ്ഡിതന്മാർ അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും പറയും. അത് അവരെ കടമയാണ്. അത് എടുക്കേണ്ടവർക്ക് എടുക്കാം, കളയേണ്ടവർക്ക് കളയാം, അത്രേ ഉള്ളൂ. അതിന് നമ്മൾ ആ പണ്ഡിതന്മാരെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ അവരെ അനാവശ്യം പറയാനോ ഒന്നും നിൽക്കരുത്. എന്തെല്ലാം പോസ്റ്റുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കടന്നിങ്ങനെ ഷെയർ ചെയ്ത് പോവാണ്. മക്കൾ കേട് വന്നാൽ ആളുകളെന്താ പറയാറ്? മക്കൾ കേട് വന്നാൽ അത് അവനെ വളർത്തിയോടത്തുള്ള പയവാന്നാ പറയാം. വീട്ടിലിരിക്കുന്ന ഒന്നും അറിയാത്ത രക്ഷിതാക്കൾക്കാണ് അതിൻ്റെ കുറ്റം വന്ന് കയറുക. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു മക്കളോട് പറയാനുള്ളത്, ഓരോ മതത്തിലും ഓരോ ആചാരങ്ങളുണ്ട്. അത് ഓരോരുത്തരുടേതായ ആചാരങ്ങൾ അവർ നല്ല ഭംഗിയായിട്ട് അത് ചെയ്യട്ടെ. നമുക്കത് കണ്ടിരിക്കുക. അല്ലാതെ അതിൻ്റെ ഇടയിൽ കയറി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള അലങ്കോല പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. ആഘോഷമാണ്, പക്ഷെ അതിര് കടക്കരുത്. നല്ലതാണൊക്കെ, സൗഹാർദ്ദമാണ്, ഇഷ്ടമാണ്, ഓണമാണ്, കേരളീയ ഉത്സവമാണെന്നും പറയുന്നുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓരോ മതത്തിലും അതിൻ്റേതായ രീതികളുണ്ട്. ആ രീതിയിൽ
നല്ല കുട്ടികളായിട്ട് മുമ്പോട്ട് പോവുക. നല്ല ഒരു ദിവസം എല്ലാവർക്കും നേരുകയാണ്. ഓക്കെ, താങ്ക് യു.